അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ. അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. ആൻഡ് ടോഫോം ആയിരുന്നു പക്ഷേ ടോഫോം വരെ എത്താൻ ഞങ്ങളെ വിശപ്പ് സമ്മതിച്ചില്ല. ഞങ്ങൾ മേരാബ് മന്തിയിൽ കയറി. അവിടെ നിന്ന് ഒരു സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾക്കൊരു സ്വീറ്റ് കോൺ സൂപ്പൊക്കെ തന്നു. സൂപ്പൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. ആൻഡ് അവിടെ എത്തിയപ്പോഴത്തേക്കും ഭദ്ര ബേബി ഉറങ്ങി. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുകയാണ് അവൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ അമ്മ ഇരിക്കുമ്പോഴാണ് എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുക. അപ്പോഴത്തേക്കും ഞങ്ങളൊരു ഗ്രിൽഡ് മന്തിയൊക്കെ ഓർഡർ ചെയ്തു. ആൻഡ് കൂട്ടത്തിൽ 2 മിൻ ലൈം ആൻഡ് ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തു. മിൻ ലൈം ഒക്കെ പുട്ടുകുറ്റി പോലെയുള്ള ഗ്ലാസ്സിലാണ് കൊണ്ടുതന്നത്. അമ്മയുടെ ഈ ചിരി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മന്തി സൂപ്പറാണ്. അല്ല ഗൈസ്, ഫ്ലോപ്പായിരുന്നു. അപ്പോഴത്തേക്കും ഭദ്ര ബേബി എഴുന്നേറ്റു. ആൻഡ് ഞാൻ അപ്പോഴത്തേക്കും അവിടുത്തെ ചായ ഗ്ലാസും തട്ടി മറിച്ചിട്ടു. ആകെ മൊത്തം എന്താണെന്നറിയില്ല, ഇന്ന് മൊത്തം അബദ്ധമായിരുന്നു ഗൈസ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ആകെ നല്ലതെന്ന് പറയാൻ കിട്ടിയ സാധനം ഈ ജീരക മിഠായിയാണ് കേട്ടോ. അതാണ് ജീരക മിഠായിൻ്റെ ക്ലോസറ്റ്. ആ ജീരക മിഠായി കുറിച്ചുകൊണ്ട് ഞങ്ങൾ കിച്ചുട്ടിനെ KSRTC സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തു. ആളിന്ന് തിരിച്ച് ബാലുശ്ശേരിക്ക് പോവാണ്. അപ്പോൾ കിച്ചുട്ടിനോട് ഞങ്ങൾ ടാറ്റ ബബായ് പറഞ്ഞു. കിച്ചുട്ടിന് എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ. അപ്പം ഭദ്ര ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചുട്ടിനെ. അപ്പോൾ ഭദ്ര ബേബി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ആളോട് ടാറ്റ ബബായ് പറഞ്ഞു. പിന്നെ വീട്ടിലേക്ക് വരുന്ന വഴി ഞങ്ങൾ മുണ്ടിക്കൽ താഴത്തുനിന്ന് കുറച്ച് കാലിക്കറ്റ് ചിപ്സ് കുറച്ച് ചിപ്സൊക്കെ വാങ്ങി. ഗോപുട്ടനൊരു ലോലിപോപ്പ് വാങ്ങി. അമ്മയ്ക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് 7up വാങ്ങി. പിന്നെ ഭദ്രയ്ക്ക് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അവൻ അവിടെ കണ്ട എന്തോ ഒരു മിഠായി, ഐ തിങ്ക് കിൻഡർ ക്രീമിയാന്ന് തോന്നുന്നു, അത് അടിച്ചു മാറ്റി പോന്നു. ആൻഡ് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ.